യുവ സംവിധായകരിൽ പ്രമുഖനും നടനുമായ ബേസിൽ ജോസഫ് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സിനിമകൾ മാത്രമല്ല, വ്യക്തിപരമായ വിശേഷങ്ങളും തമാശകളും ആരാധകർ ഏറ്റെടുക്കാറുണ്ട്. ബേസിൽ അടുത്തിടെ ആരംഭിച്ച സിനിമാ നിർമ്മാണ കമ്പനിയും വലിയ ചർച്ചയായിരുന്നു. ഇതിനിടെ ബേസിലിനെ കുറിച്ച് ഒരു കുട്ടി നടത്തിയ നിഷ്കളങ്കമായ ഒരു പരാമർശവും അതിന് ബേസിൽ നൽകിയ രസകരമായ മറുപടിയും സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായിരിക്കുകയാണ്. ഒരു കൊച്ചുകുട്ടിയും അച്ഛനും തമ്മിലുള്ള സംഭാഷണമാണ് വീഡിയോയിലുള്ളത്. അച്ഛൻ തന്റെ മകളോട് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമാ നടൻ ആരാണെന്ന് ചോദിക്കുന്നു. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ബേസിൽ ജോസഫ് എന്നിങ്ങനെ ചില പ്രമുഖരുടെ പേരുകൾ എടുത്തു പറയുകയായിരുന്നു. ഇതിൽ ബേസിൽ ജോസഫിന്റെ പേര് കേട്ടപ്പോൾ കുട്ടിക്ക് ആളെ മനസ്സിലായില്ല. ആരാണ് ബേസിൽ ജോസഫ്? അങ്ങനെ ഒരു നടനില്ല എന്നായിരുന്നു കുട്ടിയുടെ പ്രതികരണം. കുട്ടിയുടെ ഈ നിഷ്കളങ്കമായ മറുപടി കേട്ട് അച്ഛൻ ചിരിച്ചുകൊണ്ട് ഗൂഗിളിൽ ബേസിലിന്റെ ചിത്രം തിരഞ്ഞെടുത്ത് കാണിച്ചു കൊടുത്തു. ചിത്രം കണ്ടപ്പോൾ കുട്ടിയുടെ മുഖത്ത് ഒരു ഞെട്ടലുണ്ടായി. എന്നാൽ അത് ബേസിൽ ഒരു നടനാണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടായിരുന്നില്ല, മറിച്ച് കുട്ടി പരിചിതമായ മറ്റൊരാളാണ് ബേസിൽ എന്ന ധാരണയിലായിരുന്നു. ഇതൊരു നടനല്ല അച്ഛ, വീട്ടിൽ മീൻ വിൽക്കാൻ വരുന്ന ചേട്ടനാണെന്ന് കുട്ടി ഉറപ്പിച്ചു പറഞ്ഞു. ഇത് കേട്ട അച്ഛനും മറ്റു കുടുംബാംഗങ്ങളും ചിരി അടക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. താൻ പലതവണ ബേസിലിനെ കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം സ്കൂട്ടറിന് പിന്നിൽ മീൻ പെട്ടിയുമായി വരുമെന്നും കുട്ടി ആവർത്തിച്ചു പറഞ്ഞു. അച്ഛൻ എത്ര ശ്രമിച്ചിട്ടും കുട്ടിക്ക് ബേസിൽ ഒരു സിനിമാ നടനാണെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, ഉറപ്പായിട്ടും മീൻ വിൽക്കാൻ വരുന്ന ചേട്ടനാണ്, ഇങ്ങർക്ക് സിനിമയുമായി ഒരു ബന്ധവുമില്ല എന്ന് കുട്ടി തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു. ഇൻസ്റ്റഗ്രാമിൽ ഇസാന ജെമിൻ എന്ന പേജിൽ പങ്കുവെച്ച ഈ വീഡിയോ മിനിറ്റുകൾക്കകം വൈറലായി. നിരവധി പേരാണ് വീഡിയോ ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്തത്. കുട്ടിയുടെ നിഷ്കളങ്കതയും ബേസിലിനോടുള്ള അവളുടെ കാഴ്ചപ്പാടും എല്ലാവരെയും ചിരിപ്പിച്ചു. സാധാരണക്കാരനായ ഒരാളായി ബേസിലിനെ അവൾ കണ്ടു എന്നതും ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ വീട്ടിലേക്ക് മീൻ കൊണ്ടുവരുന്ന ആ ചേട്ടന്റെ രൂപസാദൃശ്യം ബേസിലിനുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുട്ടിയുടെ ഭാവനയിൽ അങ്ങനെ തോന്നിയതാകാം. വീഡിയോ വൈറലായതോടെ ബേസിൽ ജോസഫും ഇത് കാണാനിടയായി. തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അദ്ദേഹം രസകരമായ ഒരു കമന്റ് പോസ്റ്റ് ചെയ്തു. എടി മോളെ, നീ കേരളത്തിലോട്ട് വാ, ഞാൻ കാണിച്ചു തരാം, 2 കിലോ മത്തിയും കൊണ്ടുവരാം എന്നായിരുന്നു ബേസിലിന്റെ കമന്റ്. ബേസിലിന്റെ ഈ പ്രതികരണം അദ്ദേഹത്തിന്റെ തമാശബോധത്തെയും ആരാധകരുമായുള്ള അടുപ്പത്തെയും സൂചിപ്പിക്കുന്നു. ഈ സംഭവം ബേസിലിനെ കുറിച്ചുള്ള പൊതുജനങ്ങളുടെ കാഴ്ചപ്പാടിനെ കുറിച്ചുള്ള ചില സൂചനകൾ നൽകുന്നു. സാധാരണ ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് കുട്ടികൾക്കിടയിൽ എത്രത്തോളം സുപരിചിതനാണെന്ന് ബേസിൽ എന്ന് ഇത് കാണിക്കുന്നു. ഒരു സൂപ്പർ താരത്തിന്റെ പരിവേഷമില്ലാതെ തങ്ങളെ പോലെ ഒരാളായി അദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. സിനിമ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഠിനാധ്വാനം ചെയ്ത ഒരു സാധാരണക്കാരനായ വ്യക്തിയാണ് ബേസിൽ. ഷോർട്ട് ഫിലിമുകളിൽ തുടങ്ങി ഇന്ന് മലയാള സിനിമയിലെ മുൻനിര സംവിധായകരിൽ ഒരാളായി അദ്ദേഹം മാറി. കുഞ്ഞിരാമായണം, ഗോദ, മിന്നൽ മുരളി തുടങ്ങിയ സിനിമകൾ അതിന് തെളിവാണ്. മിന്നൽ മുരളി ബേസിലിനെ അന്താരാഷ്ട്ര തലത്തിൽ പോലും ശ്രദ്ധേയനാക്കി. സംവിധാനം മാത്രമല്ല, അഭിനയത്തിലും ബേസിൽ തന്റേതായ ഒരു ഇടം കണ്ടെത്തിയിട്ടുണ്ട്. കപ്പേള, ജാൻ ഏമൻ, പാൽത്തു ജാൻവർ, ജയ ജയ ജയഹേ തുടങ്ങിയ സിനിമകളിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുത്തവയാണ്. അദ്ദേഹത്തിന്റെ സ്വാഭാവികമായുള്ള അഭിനയവും ചിരിപ്പിക്കുന്ന ഡയലോഗുകളും വലിയ ജനപ്രീതി നേടിയിട്ടുണ്ട്. ഈ വീഡിയോയും ബേസിലിന്റെ പ്രതികരണവും സോഷ്യൽ മീഡിയയിൽ ചിരി പടർന്നു. മീൻ വിൽക്കാൻ വരുന്ന ഒരാളായി തന്നെ കണ്ട കുട്ടിയുടെ നിഷ്കളങ്കതയെ ബേസിൽ കളിയാക്കാതെ അതിനെ തമാശയായി സ്വീകരിച്ച് മുന്നോട്ട് പോയത് വലിയ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ പ്രകൃതം തന്നെയാണ് അദ്ദേഹത്തെ ജനപ്രിയനാക്കി മാറ്റുന്നത്.